ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന 8th കേരള സിലബസിൻ്റെ ആനുവൽ എക്സാമിനേഷനിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ AC = BC = 5 cm, ആംഗിൾ C = 60 degree. ഫൈൻഡ് AB ആൻഡ് ആംഗിൾ A. ഈ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആണ്. രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് പറയുന്ന പേരെന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളുടെ അളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ ABയും ACയും തുല്യമാണ്, ഈക്വൽ ആയതിനാൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ Aയും ആംഗിൾ ബിയും. അതിൻ്റെ മെഷർമെൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ 3 ഇന്നർ ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെയും തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയാൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ആംഗിൾ സിയുടെ മെഷർമെൻറ്റ് 60 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ സമ്മായ 180 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി മൈനസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹാഫ് എടുക്കുകയാണ് ചെയ്യുക. 180 - 60 എന്ന് പറയുന്നത് 120 ആണ്. 120യുടെ ഹാഫ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആംഗിൾ എയുടെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ടു 60 ഡിഗ്രി എന്നാണ് കിട്ടിയത്. അതിൻ്റെ മീനിങ് എന്താണ്? ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ഒരു സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളുടെ നീളവും തുല്യമാണ്. അപ്പോൾ ABയുടെ വാല്യൂ എന്ത് തന്നെയാണ് കിട്ടുക? 5 cm. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 5 is subtracted from 5 times of a number gives 100. വാട്ട് ഇസ് ദ നമ്പർ? നമ്പർ എന്താണെന്ന് അറിയാത്തതിനാൽ അതിന് X എന്ന് കൊടുക്കുക. 5 is subtracted from 5 times of a number എന്നാണ് പറയുന്നത്. ഇപ്പോൾ 5 times of a number എന്ന് പറയുമ്പോൾ 5x. 5x - 5 is equal to 100 എന്ന് എഴുതാം. ഇതിൽ നിന്ന് 5x എന്താണ്? 5x is equal to 100 plus 5 which is equal to 105. 5x is equal to 105 ആണെങ്കിൽ x എന്ന് പറയുന്നത് എത്രയാണ്? 105നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 21 എന്നാണ് കിട്ടുക. അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. In the figure, MNOPQ is a regular pentagon. Find angle OPQ and angle ONR. റെഗുലർ പെൻറ്റഗൺ ആയതിനാൽ ഈ ഒരു പെൻറ്റഗണിൻ്റെ എല്ലാ ആംഗിളും എല്ലാ സൈഡിൻ്റെയും മെഷർമെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പോളിഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. n-2 × 180 ഡിഗ്രിയാണ്. അവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇവിടെ ആംഗിൾ OPQയുടെ മെഷർമെൻറ്റ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. n എന്ന് പറയുന്നത് ഇവിടെ 5 ആയതിനാൽ 5 - 2 × 180 ഡിഗ്രി ചെയ്തതിന് ശേഷം ആ കിട്ടിയ ആൻസറിനെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ 3 × 180 ഡിഗ്രി ചെയ്യുക. അതിൻ്റെ ആൻസർ 540 ഡിഗ്രിയാണ്. 540 / 5 ചെയ്യുമ്പോൾ 108 ഡിഗ്രി, 108 ഡിഗ്രിയാണ് ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ ഓരോ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് വരിക. അപ്പോൾ ആംഗിൾ OPQ എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ളത് ആംഗിൾ ONR എത്രയാണെന്നുള്ളതാണ്. ആംഗിൾ ONRും ആംഗിൾ ONMും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അത് ലീനിയർ പെയറാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ONR എങ്ങനെ ഫൈൻഡ് ചെയ്യാം? 180 ഡിഗ്രിയിൽ നിന്ന് ആംഗിൾ ONMൻ്റെ മെഷർമെൻറ്റ് മൈനസ് ചെയ്താൽ മതി. 180 ഡിഗ്രിയിൽ നിന്ന് 108 മൈനസ് ചെയ്താൽ 72 ഡിഗ്രിയാണ് ആൻസർ കിട്ടുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. A² - B² = A + B × A - B. ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് 146² - 145² ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഇവിടെ A എന്ന് പറയുന്നത് 146ഉം B എന്ന് പറയുന്നത് 145ഉമാണ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുമ്പോൾ 146 + 145 × 146 - 145 എന്ന് ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. 146ഉം 145ഉം ആഡ് ചെയ്യുമ്പോൾ 291 ആണ്. 146 - 145 ചെയ്യുമ്പോൾ 1 ആണ്. 291 × 1 ചെയ്യുമ്പോൾ ആൻസർ വരിക 291 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 31 × 29 ആണ് ചെയ്യേണ്ടത്. ഇതേ സെയിം ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. 31നെ 29നെയും ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ആദ്യം മാറ്റി എഴുതണം. 31നെ 30 + 1 എന്നും 29നെ 30 - 1 എന്നും മാറ്റി എഴുതുക.
അങ്ങനെ നോക്കുമ്പോൾ അത് a+b × a - b ഫോമിലായി. അതെന്ന് പറയുന്നത് a² - b² ആണ്. അപ്പോൾ 30² - 1² എന്ന് എഴുതാം. 900 - 1 എന്ന് വരും. അതിൻ്റെ ആൻസർ 899. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സൺ ഡെപ്പോസിറ്റഡ് 20,000 rupees ഇൻ എ ബാങ്ക് വിച്ച് പേയ്സ് 10% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? അപ്പോൾ ഒരാൾ ഒരു 20,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 10% വാർഷിക പലിശ നിരക്ക്. 2 കൊല്ലം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, അതിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല A = P × 1 + R/100 ഹോൾ റേസ് ടു n എന്നാണ്. ഇവിടെ ഞാൻ സ്ക്വയർ എന്ന് എഴുതിയത് 2 കൊല്ലം ആയതുകൊണ്ടാണ്. അപ്പോൾ P എന്ന് പറയുന്നത് 20,000 ആണ്. R എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. n എന്ന് പറയുന്നത് 2 ആണ്. 20,000 × 1 + 10/100 ഹോൾ സ്ക്വയർ എന്ന് വരും. 1 + 10/100നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് 110/100 എന്ന് മാറും. അപ്പോൾ 20,000 × 110/100 × 110/100 എന്ന് വരും. അതിൽ സീറോസ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 × 110 × 110 എന്നാണ് വരിക. അത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 24,200 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 24,200. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്